മല കയറി ക്ഷീണിച്ചുറങ്ങുന്ന യുൻഹോനെ നോക്കിയിരിക്കുകയാണ് ഹീറോ ഇപ്പോ. പക്ഷെ ഇതേ സമയം അവളെ സ്വപ്നത്തില് സിയോൾ അവളെ ആ കത്തി വെച്ച് കുത്തുന്നതാണ് കാണാം. അതോടുകൂടി ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യും. നീയല്ല ആ കത്തി കാണാനില്ല എന്ന് പറഞ്ഞെന്ന് ചോദിച്ച് ഹീറോയുടെ മെക്കിട്ട് കയറാണ്. എന്നിട്ട് ഫോക്സിന് ഇത് എന്തു പറ്റി, വല്ല സ്വപ്നവും കണ്ടോന്നാന്ന് ചോദിക്കുമ്പോഴാണ് താൻ ഇപ്പോഴും ഒരു 9 tailed ഫോക്സ് അല്ലാന്നും അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കാണാനുള്ള കഴിവൊന്നും ഇപ്പൊ തനിക്കില്ല, സോ കണ്ടതൊരു പൊട്ട സ്വപ്നം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവുക. ശേഷം റൂം അന്വേഷിച്ച് ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു റൂം മാത്രമേ ഉള്ളൂ എന്ന് ഓണർ പറയും. യുൻഹോക്ക് അവിടെ ഇഷ്ടപ്പെടാത്തോണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ലോക്കൽ സ്ഥലത്തൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നതായിട്ട് വാ പൊത്താൻ പറയാണ് അവൻ. വെറുതെ അഹങ്കാരം കാണിച്ച് റൂട്ടി കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരുത്തി വെക്കരുതെന്ന് പറയാൻ നേരം നമുക്ക് വല്ല 5 star ഹോട്ടലിലേക്ക് പോവാന്ന് അവള്. അതിനുള്ള പൈസ കയ്യിലില്ല എന്നുള്ള കാര്യമൊന്നും പുള്ളിക്കാര് ചിന്തിക്കുന്നില്ല. മാത്രല്ല കണ്ടതൊരു സ്വപ്നമാണെങ്കിലും സിയോളിനി തന്നെ ശരിക്കും കുത്തുന്നൊരു പേടിയില്ലാതില്ല. ഒരേ റൂമിൽ കിടക്കാനൊന്നും പറ്റില്ല എന്ന് കേട്ടതും ഫോക്സിന് 10,000-2000 വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും പഴയ ആൾക്കാരുടെ ചിന്താഗതിയും വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണവൻ. ലാസ്റ്റ് അവിടെ തന്നെ നിൽക്കാന്നും തീരുമാനിക്കും. അങ്ങനെ മുഖം കഴുകി വരുന്നതിനിടെ വീണ്ടും ഈ സ്വപ്നത്തെ പറ്റി ആലോചിച്ച് വരുമ്പോഴാണ് സിയോള് കത്തിയും പിടിച്ച് ദേ മുന്നില്. അത് കണ്ടതും യുൻഹോ വീണ്ടും ഞെട്ടും. അവൻ പക്ഷെ ഓണർ ഫ്രൂട്ട്സ് കൊണ്ട് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ നിൽക്കായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ തീരെ വയ്യാത്തോണ്ട് തന്നെ അവിടെ കിടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോ ഈ അവസ്ഥയിൽ നാളെ വീണ്ടും മല കയറാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ശേഷം സിയോൾ അവളുടെ കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കാണെന്നിട്ട് മനുഷ്യനായതിനു ശേഷമല്ലേ കാല് വെച്ച് കുറെ ദൂരമൊക്കെ നടക്കാൻ തുടങ്ങിയത്, ശീലമില്ലാത്തോണ്ടാണെന്ന് പറയുമ്പോ അധിക നാളെ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും വരില്ല, എന്തു ചെയ്തിട്ടാണെങ്കിലും തിരികെ ഫോക്സ് ആയി തന്നെ മാറുന്നു പറയാണ് അവള്. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീക്കാൻ നേരം സിയോൾ അവിടെ ഇല്ലാന്ന് കണ്ട് ചെന്ന് നോക്കുമ്പോഴാണ് അവൻ പുറത്തിരിക്കുന്ന കാണാം. കാല് വേദനിച്ചിട്ട് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞ് അവളും ചെല്ലും. രാത്രി ഇങ്ങനെ ഒരു ബിയറൊക്കെ കഴിച്ച് ചുമ്മാ ഇരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അത്ലറ്റ് ആയിരിക്കുമ്പോ അത് പറ്റില്ലല്ലോ എന്ന് കേട്ട് ജസ്റ്റ് ഒരു ബിയർ അല്ലേന്ന് അവള് ചോദിക്കും. സിയോള് പക്ഷെ ഫുഡിന്റെയും ബോഡി ഫിറ്റിന്റെ ഒക്കെ കാര്യത്തില് ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. അതൊക്കെ പോട്ടെ, യുൻഹോ ഇതുവരെ വേറെ 9 tailed ഫോക്സിനെ ഒന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ തനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെന്നും വർഷങ്ങളോളം അവർ ഒരുമിച്ചായിരുന്നെങ്കിലും അവസാനം അവളും മനുഷ്യനായി അവസാനം മരിച്ചു എന്ന് പറയും. യുൻഹോ മുമ്പും കുടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും പറ്റാവുന്നത് മനുഷ്യനായപ്പോഴാണെന്ന് പറയാണ് നേരം. അവൾക്ക് തണുക്കുന്നു എന്ന് കണ്ടപാടെ സിയോള് കോട്ടിട്ട് കൊടുക്കുമ്പോ മനുഷ്യന്മാരിങ്ങനെ ചെയ്യുന്നത് ഫ്ലേർട്ട് ചെയ്യുമ്പോഴല്ലേ എന്ന് പറയുന്ന കേട്ട് ഇതൊക്കെ ബേസിക് മാനേഴ്സ് ആണ്, വേണ്ടെങ്കിൽ എന്റെ കോട്ടിങ് തിരിച്ചെന്നേക്കാൻ പറയും. ആർക്കായാലും ഇത്രയും സുന്ദരിയും സുമുഖയായിട്ടുള്ള ഒരു 9 tailed ഫോക്സിനോട് ഇഷ്ടം തോന്നാതിരിക്കോ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ കളിയാക്കാണ് അവള്. ഇതേ സമയം ഹ്യൂൺ ഇവിടെ പാതിരാത്രി ഇരുന്ന് അവന്റെ ട്രോഫികളൊക്കെ നോക്കുന്ന കണ്ടിട്ട് എന്തു പറ്റിയെന്നും ചോദിച്ചു വരാണച്ചൻ. ഉറക്കം വരുന്നില്ല. ഒരു ദിവസം ഉറക്കം എണീക്കുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടിയാണെന്ന് പറയും. അവിടെ സിങ്കട്ട് ചെയ്താ പിറ്റേ ദിവസം രണ്ടുപേരും ഹൈക്കേഴ്സിന്റെ പോലെ തന്നെ എക്യുപ്മെന്റ്സും ഡ്രസ്സും ഒക്കെ ഇട്ട് സെറോക്സാൻ മൗണ്ടെയിൻ കയറുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ദിവസം മല കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ മുട്ടൻ തിരക്കിന്റെ ഇടയിൽ പോയാൽ ഫോക്സ് പോയിട്ട് ഒരു തേങ്ങയും വരില്ല, വഴി മാറി പോവാന്ന് പറയാണ് അവള്. തിരക്കില്ലാത്ത വഴി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ യുൻഹോ വീഴാൻ പോകുമ്പോ സിയോള് പിടിച്ചു നിർത്താണ് അവളെ. അങ്ങനെ അവര് കുറച്ചു നേരം കണ്ണും കണ്ടും നോക്കി സ്റ്റാറ്റ്യൂ പോലെ നിൽക്കുമ്പോഴാണ് കുറെ ഹൈക്കേഴ്സ് അവിടെ ഉണ്ടെന്ന് കാണാം. വഴി മാറി അവസാനം അവശതയാവും രണ്ടും. ശേഷം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാണ്. അപ്പോഴേക്കും രാത്രിയുമായിട്ടുണ്ടായി. രാത്രിയായ ഒടുക്കത്തെ തണുപ്പും കാറ്റൊക്കെ ആയോണ്ട് തന്നെ അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ് രണ്ടുപേരും. ഇതിനിടെ യുൻഹോ ഉറങ്ങി പോവാതിരിക്കാൻ ഹീറോ നോക്കുന്നുണ്ട്. അല്ല, ഇനിയിപ്പോ ഇവിടെ ആ 9 tailed ഫോക്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 28 വർഷം മുമ്പത്തെ ന്യൂസ് പേപ്പറല്ലേ നമ്മൾ കണ്ടേ. ഇതിനകം ആ ഫോക്സ് മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോ ഏയ്, മനുഷ്യനാവാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ ഫോക്സ് ഉണ്ടെങ്കിൽ തന്നെ അവൾക്കൊരു 300-400 വയസ്സേ കാണും. അപ്പൊ അതിന് പറ്റില്ല എന്ന് പറയാണ് ഹീറോയിൻ. കാത്തിരുന്ന് ചാവാറായോണ്ട് തന്നെ തിരിച്ചിറങ്ങാന്നും തീരുമാനിക്കും. റൂട്ട് നോക്കാൻ വേണ്ടി മാപ്പ് എടുത്തതും അതും കാറ്റിൽ പറന്നു പോയത് കണ്ട് അയ്യോ, മനുഷ്യനായി മരിക്കേണ്ടി വരുമല്ലോ ദൈവമെന്നും പറഞ്ഞ് കരയാണ് യുൻഹോ നേരം. ശരിക്കും കണ്ണൊന്നും കാണുന്നില്ലെങ്കിലും രണ്ടും കൽപ്പിച്ച് സിയോള് നടന്നതും ദേ കിടക്കുന്നു ഇടിഞ്ഞും പൊളിഞ്ഞും നിലത്ത്. അയ്യോ, എന്തേലും പറ്റിയോ, ചത്തില്ലല്ലോ എന്നും ചോദിച്ചു ചെല്ലാണ് യുൻഹോ നേരം. ചത്തൊന്നുമില്ല, പക്ഷെ കാലൊടിഞ്ഞു എന്ന് പറയാണ് അവൻ. ആരെങ്കിലും വിളിച്ച് നോക്കാന്ന് കരുതി ഫോൺ എടുക്കുമ്പോ അതിൽ റേഞ്ചും ഉണ്ടാവില്ല, ഫോൺ ഓഫായി പോവുകയും ചെയ്യും. ലാസ്റ്റ് ഇവിടെ കിടന്ന് ചാവാനാ വിധിന്ന് ആലോചിച്ചിരിക്കുന്ന സമയം എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ച് ഒരു ലേഡി വരാണ് അങ്ങോട്ട്. നോക്കുമ്പോ അത് യുൻഹോയുടെ ചേച്ചിയായിരുന്നു. അവരെ കണ്ടതും യുൻഹോ ഷോക്കാവും. ചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നോന്ന് ചോദിച്ച് കരയുന്നത് കണ്ട് താങ്കൾക്ക് എന്നെ നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ ഫോക്സ്. അപ്പോഴാണ് ഹീറോയിൻ കരച്ചില് നിർത്തുക. ശരിയാ, നീ എങ്ങനെ എന്റെ ചേച്ചിയാവും, അവള് മരിച്ചതല്ലേന്നും പറഞ്ഞ് യുൻഹോ അവളുടെ ദൈവങ്ങളോട് ദേഷ്യപ്പെടാണപ്പോ. ചേച്ചിയെ പോലൊരു ഫോക്സിനെ എന്റെ മുന്നിലേക്ക് അയച്ച് നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാനെന്നൊക്കെ ദേഷ്യപ്പെട്ടു പോവാൻ നേരം സിയോളിനൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവൻ അവളെ തടയാൻ നോക്കുമെങ്കിലും പിറകെ വരണ്ടെന്നും പറഞ്ഞ് ചീത്ത പറഞ്ഞു പോവാണ്. ശേഷം അവിടെ നിന്ന് മാറി നിന്ന് അവളുടെ ദേവതകളെയോ മറ്റോ വിളിക്കുകയാണെന്നിട്ട്
എന്നെ നീ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിലേക്ക് വാ. എന്നെ നീ മനുഷ്യനാക്കിയത് എന്തിനാ? ചേച്ചിയുടെ പോലെ ഒരു ഫോക്സിനെ എന്റെ അടുത്തേക്ക് അയച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാന്നും ചോദിച്ച് ഒച്ച ഉണ്ടാക്കാണ്. സെയിം ടൈം സിയോൾ അവന്റെ കാല് കെട്ടി വെക്കാൻ നോക്കുന്നത് കണ്ട് പുതിയ ഫോക്സ് അവളുടെ പവേഴ്സ് വെച്ച് ഹീറോയുടെ കാല് ശരിയാക്കി കൊടുക്കും. ഇവിടെ ആണെങ്കിൽ യുൻഹോ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്ന പോലെ ദൈവങ്ങള് വലിയൊരു കാറ്റുണ്ടാക്കാണ് അവിടെ. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ മനുഷ്യനാക്കിയിട്ടും ചേച്ചിയുടെ പോലൊരു ഫോക്സിനെ അയച്ചിട്ടൊക്കെ നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാ ഉദ്ദേശം എന്ന് എനിക്കറിയില്ലെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതിനിടെ ആ ഫോക്സും സിയോളും വന്ന് കണ്ടുപിടിക്കുകയാണ് അവളെ. പിന്നീട് ആ ഫോക്സ് അവരവിടെയുള്ള അവളുടെ വീട്ടിലേക്കും കൊണ്ടുപോകും. ഫുഡ് തരാനും ലൈറ്റ് കത്തിക്കാനൊക്കെ പറഞ്ഞ് യുൻഹോ അവളോട് ഓർഡർ ഇടുന്ന കണ്ട് മര്യാദയ്ക്ക് പെരുമാറാൻ പറയാണ് സിയോൾ. അപ്പോ നേരത്തെ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോ ഇന്നലെ ഞാൻ എന്റെ ചേച്ചിയെ പറ്റി പറഞ്ഞില്ലേ, ഈ ഫോക്സിന് അവളുടെ അതേ മുഖച്ഛായയാണ്. ദേവതകൾ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന് കേട്ട് ആ ദേഷ്യം ഈ ഫോക്സിനോട് കാണിക്കല്ലേ, അതൊരു പാവാണ്. തന്റെ പോലെ ദേഷ്യക്കാരിയും അഹങ്കാരിയും അല്ലാത്തത് ഭാഗ്യം എന്ന് പറയുന്നതിനിടെ കുറെ പച്ചിലയും എടുത്തു വന്ന് ഫുഡ് കഴിച്ചോന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കും. പുള്ളിക്കാരിക്ക് മനസാക്ഷി കൂടുതലായതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് തിന്നാനൊന്നും പറ്റാറില്ല. അതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ആണെന്ന് കേട്ട് ആഹാ ഞാനും കുറെ സാലഡ് കഴിക്കാറുണ്ടെന്ന് അവൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പെട്ടുപോയതല്ല, നിങ്ങൾ അന്വേഷിച്ച് തന്നെ വന്നതാണ്. എനിക്കൊരാഗ്രഹം സാധിക്കാനുണ്ടെന്ന് സിയോൾ ആ ഫോക്സിനോട് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ഹ്യൂണിനെയാണ് കാണിക്കുന്നേ. നിന്ന നിപ്പില് അവിടെ എല്ലാം ഷേക്ക് ആവാനും അവന്റെ ട്രോഫി, കാറിന്റെ കീ അങ്ങനെ ഓരോന്നോരോന്നായി മാഞ്ഞു പോകുന്നത് കണ്ട് ദേഷ്യം വന്നിട്ട് ഇടന്ന് അലറാണ് അവൻ. സെയിം ടൈം ഫോക്സ് ഇവിടെ സിയോള് പറഞ്ഞതനുസരിച്ച് വിധികൾ തമ്മിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് പറ്റുന്നില്ല എന്ന് കണ്ടതും നിനക്കിത് എന്താ ചെയ്യാൻ പറ്റാത്തെ? എത്ര വയസ്സായി എന്ന് ചോദിക്കാണ് യുൻഹോ. 500 വർഷമായി, പക്ഷെ ഞാൻ ഇതുപോലെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കേട്ട് എന്നാ പിന്നെ യുൻഹോനോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറയാണ് സിയോള്. പുള്ളിക്കാരി എന്റെ കാല് ശരിയാക്കിയല്ലോ, ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്, പഠിപ്പിച്ചാ ഇതും ചെയ്യാൻ പറ്റുന്ന കേട്ട് വിധി മാറ്റുന്നത് അതുപോലെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇവൾക്കത് ചെയ്യാൻ മാത്രമുള്ള സ്പിരിച്വൽ പവേഴ്സ് ഇല്ല, അതാണ് കാരണം എന്ന് ഹീറോയിൻ പറയും. ഇപ്പൊ പഴയ പോലെ ആവാൻ പറ്റുന്ന ആഗ്രഹിച്ചത് നടക്കാത്തോണ്ട് തന്നെ സിയോളും യുൻഹോയും വഴക്കിടാണ് നേരം. ഇത് കണ്ടതും നിങ്ങൾ തല്ലുപിടിക്കല്ലേ, ഞാനൊരു 9 ടൈൽഡ് ഫോക്സ് അല്ല എന്ന് അവള് പറയും. അത് കേട്ടതും രണ്ടുപേരും ഷോക്കായി നിൽക്കുമ്പോഴാണ് താനൊരു 9 ടൈൽഡ് ഫോക്സ് അല്ല 8 ടൈൽഡ് ഫോക്സ് ആണെന്ന് അവള് പറയാം. അവിടെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഹ്യൂണിനെയാണ്. ഹീറോനെ എത്ര വിളിച്ചിട്ടും എടുക്കാത്തോണ്ട് തന്നെ അവൻ ഇത് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കായിരിക്കും. അവൻ ഇതേ സമയം ഫോക്സിന്റെ വാലെണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ശരിയാ 8 വാലേ ഉള്ളൂ എന്ന് കേട്ട് ഇതുകൊണ്ടാണ് അപ്പൊ നിനക്ക് സ്പിരിച്വൽ പവേഴ്സ് കുറവെന്ന് യുൻഹോ പറയും. അപ്പൊ ഈ 8 ടൈൽഡ് ഫോക്സിന് എന്താ പ്രത്യേകത എന്ന് സിയോള് ചോദിക്കുമ്പോ സാധാ ഫോക്സുകൾ തന്നെ മനുഷ്യന്മാരെ കണ്ട് തങ്ങൾക്ക് എന്താ മനുഷ്യന് പറ്റുന്ന പോലൊന്നും പറ്റാത്തെ എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോ തൊട്ടാണ് ഇതെല്ലാം മാറി തുടങ്ങിയത്. ആ ഒരു തിരിച്ചറിവിലുണ്ടായ മാറ്റങ്ങളും അതങ്ങനെ പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ ഓരോ വാലുകൾ ഫോക്സിന് കൂടാൻ തുടങ്ങി. അവസാനം മനുഷ്യനോട് ഏറ്റവും സാമ്യമുള്ളവരായി മാറിയവരാണ് 9 ടൈൽഡ് ഫോക്സുകൾ. പക്ഷെ ഇവൾക്ക് ഒരു വാല് കുറവുള്ളതുകൊണ്ട് തന്നെ ഇനിയും പഠിക്കാനുണ്ടെന്ന് യുൻഹോ പറയുന്ന കേട്ട് ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ് ആ ഫോക്സ്. കാരണം അങ്ങനെ നൂറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ട് കാത്തിരുന്ന ഒരാളാണ് ഞാനും. 2-3 ദിവസം മുമ്പ് വരെ ഞാനൊരു 9 ടൈൽഡ് ഫോക്സ് ആയിരുന്നു എന്ന് യുൻഹോ പറഞ്ഞതും അവൾക്ക് സന്തോഷാവാണ്. 200 വർഷമായിട്ട് ഞാൻ ചേച്ചിയെ കാത്തിരിക്കായിരുന്നു, എന്നെ സഹായിക്കാൻ ഒരിക്കലും ഒരാള് വരുന്ന മൗണ്ടെയിൻ ഗോഡ് പറഞ്ഞിരുന്നു എന്ന് പറയണമെന്നിട്ട് ചേച്ചിയെ പോലെ എനിക്കും ഒരു മനുഷ്യനാവണം, അതിനെന്ത് ചെയ്യുന്ന അവള് ചോദിക്കുമ്പോ യുൻഹോക്ക് അവളുടെ ചേച്ചിയെയാണ് ഓർമ്മ വരാ. അതോർത്ത് ദേഷ്യത്തിൽ നിൽക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ നേരം വെളുക്കുമ്പോ ആ ഫോക്സ് അവിടെ ഉണ്ടാവില്ല. ആ പാവം ഫോക്സ് എന്തെന്ന് സിയോള് ചോദിച്ചതും അപ്പൊ ഞാനെന്താ ദുഷ്ട ഫോക്സ് ആണോ എന്ന് ചോദിക്കാണ് അവള്. ഒരു ബായ് പോലും പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് ഹീറോ പറഞ്ഞിട്ടും യുൻഹോ അതൊന്നും കേൾക്കാതെ പോകും. അവിടെ സീൻ കട്ടായി ലീയാണ് കാണിക്കുന്നത്. അച്ഛന്റെ ബർത്ത്ഡേ ആയിട്ടും ഡിന്നറിന് പോവാതെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അസിസ്റ്റന്റ് വിളിക്കാൻ വന്നതാണ് അവനെ. അയാളോട് 9 ടൈൽഡ് ഫോക്സിനെ കണ്ടുപിടിക്കാൻ ലീ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ ഒരു സാധനം ഒന്നും ഇപ്പൊ ഇല്ല എന്ന് പറയുന്ന കേട്ട് ഇവനും അന്നവളെ നേരിട്ട് കണ്ടതല്ലേന്നാണ് ലീ ആലോചിക്കുന്നത്. പക്ഷെ അവൾ അസിസ്റ്റന്റിന്റെ ബോധം കളഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഓർമ്മ വരാണ്. അതുകൊണ്ട് തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പൊക്കോന്ന് പറയുന്നതിനിടയ്ക്കാണ് ലീക്ക് സിയോളിന്റെ മുഖം ഓർമ്മ വരാം. അവനെയാണ് താൻ 9 വർഷം മുന്നേ വണ്ടി ഇടിച്ചെന്നുള്ളതും ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഇടിച്ച ആളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അന്വേഷിക്കാൻ പറയും. കട്ട് ചെയ്താ തിരിച്ചു വരുന്നതിനിടെ ഇന്നലെ നിങ്ങൾ ആ പാവം ഫോക്സിനോട് അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ് ഹീറോ. എനിക്കും ഒരു മനുഷ്യനാവണമെന്ന് അവള് പറഞ്ഞപ്പോ തന്റെ ചേച്ചിയുടെ കാര്യം ഓർത്ത് യുൻഹോ അവളെ വഴക്ക് പറയാണ് ചെയ്തത്. നിന്നെ സഹായിക്കാൻ വന്ന ആള് ഞാനൊന്നല്ല, എനിക്കതിന് സൗകര്യമില്ല, മേലാൽ എന്റെ മുന്നിൽ വന്ന് പോരുതെന്നൊക്കെ അവളെ വേദനിപ്പിക്കുന്ന രീതിക്കായിരുന്നു യുൻഹോ സംസാരിച്ചത്. അതുകൊണ്ടായിരിക്കും നമ്മളോടൊരു വാക്ക് പോലും പറയാതെ പോയെ. അങ്ങനെ ഇപ്പൊ ആ പ്രതീക്ഷയും പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അവൻ ചോദിക്കുമ്പോ
പഴയ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കണം, തിരികെ ഫോക്സ് ആവാൻ അതിലൊരു വഴി ഉണ്ടാവാതിരിക്കില്ല എന്ന് പറയാണ് യുൻഹോ. അപ്പോ ഈ ടൈം ലോർഡ് പാഗുൺ അവൾക്ക് ഇട്ട ഓക്സുൺ എന്നുള്ള പേരിനെ പറ്റി ചോദിക്കുകയാണ് അവൻ. എന്റെ അമ്മൂമ്മയ്ക്കും ഇതേ പേരാണ്, ഞാൻ ഇനി തൊട്ട് അങ്ങനെ വിളിക്കാന്ന് കേട്ട് കൊന്നാളെ ഞാൻ, എന്റെ ശരിക്കും പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടും സിയോൾ ആ പേരും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിനിടയ്ക്കാണ് വണ്ടിയിലെ പെട്രോള് തീർന്നു പോവാ. കുറച്ച് അടിക്കാന്ന് വെച്ചാ ഹീറോയുടെ പേഴ്സ് ആ മൗണ്ടെയിനിൽ എവിടെയോ മിസ്സായി പോയി. വണ്ടികളാണെങ്കിൽ ഒരൊറ്റ എണ്ണ ലിഫ്റ്റ് തരുന്നില്ല എന്ന് കണ്ട് നടക്കാൻ തീരുമാനിക്കാണ് അവള്. തമാശ പറയല്ലേ, ഒരുപാട് ദൂരമുണ്ട്, പഴയ പോലെ എർത്ത് ഫോൾഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഹീറോ പറയുമെങ്കിലും നടക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അതുപോട്ടെ, എന്റെ നന്ന് കുറെ പൈസ എടുത്ത് കൊണ്ടുപോയതല്ലേ, അതൊക്കെ തീർന്നു എന്ന് അവൻ ചോദിക്കുമ്പോ തീർന്നിട്ടൊന്നുമില്ല, എന്റെ വീട്ടിലുണ്ടെന്ന് കേട്ട് എന്നിട്ടാണോ വാ നമുക്ക് പോയി അത് എടുക്കാന്ന് ഹീറോ പറയും. അതൊന്നും നടക്കുന്ന കാര്യമല്ല, എന്റെ വീട് മ്യോങ്സാൻ മൗണ്ടെയിലാണെന്ന് പറയാണ് യുൻഹോയും. അപ്പോ അത് നോർത്ത് കൊറിയയിലുള്ള ഒരു മൗണ്ടെയിൻ ആയിരുന്നു. സൗത്ത് കൊറിയയിൽ നിന്ന് ഒരുപാട് ദൂരെ ഒരുപാട് വലിയൊരു മൗണ്ടെയിൻ ആണത്. ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും അത്രയും വലിയ മലയുടെ മണ്ടയ്ക്കാണ് ഈ വീട് കൊണ്ടുവച്ചിരിക്കുന്നത്. അതും പോരാണ്ട് വീടിന് കൊടുത്തേക്കുന്ന പ്രൊട്ടക്ഷൻ വേറെയും. ഇവൾക്കല്ലാതെ ആ വീട് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പോയി പൈസ എടുക്കാന്നുള്ളത് നടക്കില്ല എന്ന് അവന് മനസ്സിലാവും. പാവം ഈ 8 വാലുള്ള ഫോക്സ്, അവളെ നമുക്ക് ഗുമിന്ന് വിളിക്കാം. അവളാണെങ്കിൽ ഇവിടെ വിഷമിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് സിയോളിന്റെ ആ പേഴ്സ് കാണാം. ഇന്നേരം ഒരു സൗണ്ട് കേട്ടപാടെ യുൻഹോ ആണെന്ന് കരുതി അവൾ ചെന്ന് നോക്കുമെങ്കിലും അത് വേറൊരാളായിരുന്നു. ഇവർക്കാണെങ്കിൽ ഇവിടെ ഭാഗ്യത്തിന് ഒരാൾ ലിഫ്റ്റ് കൊടുത്തിരുന്നു. തിരിച്ച് നയൻ ടൈൽഡ് ഫോക്സ് ആയ ഈ ഡ്രൈവർക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ ഞാനൊരു വരം കൊടുക്കുന്ന അവള് പറയുമ്പോൾ മാച്ച് കാണാനുള്ള ഫ്രീ ടിക്കറ്റ് അയച്ചു കൊടുക്കാന്ന് ഞാനും വിചാരിച്ചതാണെന്ന് അവനും പറയും. അല്ല, ഫോക്സ് ഇതുപോലെ വേറെ ആൾക്കാർക്കും ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ? അവരൊക്കെ പവറും പണവും ഉള്ളവരായിരിക്കുമല്ലോ, നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിച്ചുകൂടെന്ന് കേട്ട് നീ കണ്ണും കൂട്ടി നിന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ച പോലെ മനുഷ്യന്മാരെ വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ, പ്രത്യേകിച്ച് പണവും പവറും ഉള്ളവര്. ഞാനിപ്പോ ഒരു നയൻ ടൈൽഡ് ഫോക്സ് അല്ലാന്നറിഞ്ഞ അവര് സഹായിക്കുന്നതിന് പകരം എനിക്ക് പണി തരാനേ നോക്കൂന്ന് കേട്ട് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ ആവില്ല എന്ന് ഹീറോ പറയും. പിന്നെ ഒന്ന് മയത്തിലൊക്കെ ആൾക്കാരോട് പെരുമാറിയിരുന്നെങ്കിൽ സഹായം കിട്ടിയേനെന്നും പറയാണ്. താനിപ്പോ മനുഷ്യനായ വിവരം ആരെയും അറിയിക്കരുതെന്ന് അവള് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത സിയോളിന്റെ ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. അവനത് എവിടെ പോയി, ഫോൺ ഓഫാണ്, കാറും കാണുന്നില്ല, എന്തെങ്കിലും പറ്റിക്കാണോന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവര്. ശേഷം ആ കാറിന്റെ കണ്ടീഷനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതേ സമയം ഇവര് സ്ഥലത്തെത്തും. അവരങ്ങനെ സിയോളിന്റെ വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഹ്യൂൺ അങ്ങോട്ട് വരാ. നീ എന്താ ഇവിടെന്ന് ഹീറോ ചോദിക്കുമ്പോ പേടിച്ച് ഓടി വന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങള് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോ ഒന്നുകൂടി പേടിച്ചോന്ന് ചോദിക്കാണ് യുൻഹോ. പെട്ടെന്നെല്ലാം കിട്ടിയപ്പോ ഞാൻ സ്വാർത്ഥനായി പോയി. ഇക്കഴിഞ്ഞ കുറച്ച് ദിവസം എനിക്ക് ശരിക്കും ഒരു സ്വപ്നം പോലെയായിരുന്നു. പക്ഷെ ഇത് നിന്റെ ലൈഫാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 1 മാസം ഒന്നും വേണ്ട, ഒരാഴ്ച എനിക്ക് തരുമോ? ഒരേ ഒരു പ്രാവശ്യം ഞാനൊരു ഇന്റർനാഷണൽ മാച്ച് കളിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന കേട്ട് കുറച്ചധികം നാൾ ഇതുപോലെ തന്നെ പോയിക്കോട്ടെ എന്നാണ് സിയോള് പറയുന്നത്. എന്തായാലും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ബ്രേക്ക് ആയിട്ട് ഞാൻ ഇതിനെ കണ്ടോളാം, അതുകൊണ്ട് നിനക്ക് കുറ്റബോധം ഒന്നും വേണ്ട. പക്ഷെ ഞാൻ പറയുന്ന ടൈം തിരിച്ചു മാറാൻ സമ്മതിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഹ്യൂണും അതിനൊക്കെ പറഞ്ഞ് നന്ദി പറയാണ് അവനോട്. കറക്റ്റ് ഇതേ സമയം ഗുമി ഫോക്സ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ചേച്ചിക്ക് വീണ്ടും നയൻ ടൈൽഡ് ഫോക്സ് ആവാൻ ഒരു വഴിയുണ്ട്, അപ്പൊ സിയോളിനും പഴയ ലൈഫ് തിരിച്ചു കിട്ടുമല്ലോ എന്നും പറയാണ്. ഇത് ഹ്യൂൺ കേൾക്കുന്നതും അങ്ങനെ 3 പേരും ഷോക്കായി നിൽക്കുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡാവുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഹ്യൂണിന്റെ മനസ്സ് മാറി അവൻ സിയോളിനെ ചതിക്കോന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. താങ്ക്